എല്ലാവർക്കും നമസ്കാരം. ഏതൻ ജാതി പ്ലാന്റേഷൻ എന്ന കേസിലൂടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട ജാതിയെപ്പറ്റി. ഇത് പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട ഒരു ജാതി മരമാണ്. ഇതിന് ഏകദേശം ഒരു 30 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു മരമാണ്. ഏകദേശം ഒരു 30 അടിയോളം ഉയരത്തിൽ പോയിട്ടുണ്ട്. നല്ലൊരു തണലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു തെങ്ങിൻ്റെ ചോട്ടിലാണ് നിന്നിരുന്നത്. നല്ല ഷെയ്ഡത്ത് വളർന്ന ഒരു ചെടിയാണ്. പക്ഷേ തെങ്ങിൻ്റെ മണ്ട ഇപ്പം പോയിട്ടുണ്ട്. ഇതിൽ കായ പിടിച്ചിരിക്കുന്നത് നോക്കിയാൽ അറിയാം. ഇതിൽ കണ്ടമാനം കായകൾ പിടിക്കും. എന്നാൽ ആവശ്യത്തിന് വലിപ്പവും പത്രിക്കട്ടിയും കായ്ക്ക് തൂക്കവുമുള്ളൊരു വെറൈറ്റിയാണ് പൊള്ളാച്ചി. ഇതിൻ്റെ കായ്ക്ക് സാമാന്യം വലിപ്പമുണ്ട്. ഏതൊരു സീസണിലും നമുക്കൊരു 18 ഗ്രാമൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 16 ഗ്രാം തൊട്ട് മുകളിലോട്ടുള്ള തൂക്കത്തിൽ നമുക്ക് ഇതിൻ്റെ കായകൾ കിട്ടും. ഇപ്പോൾ ഈ ചെടി നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് ധാരാളമായിട്ട് കായ്ച്ചിട്ടുണ്ട്. എല്ലാ ശിഖരത്തിലും നല്ല രീതിയിൽ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ഇത്രയും പഴക്കമുള്ള മരമാണ്. കായകളൊന്നും പൊട്ടിയിട്ടില്ല. നമ്മൾ എത്ര നോക്കിയിട്ട് ഇത്രയും മരത്തിൽ നിന്നൊരു കായ പോലും കിട്ടിയില്ല. നമ്മൾ ഇതിൽ നിന്നെടുത്ത് ബഡ് ചെയ്ത നമ്മുടെ ചെറിയൊരു 3 വർഷമായ ഒരു ചെടിയുണ്ട്. അത് കായ്ച്ചിരിക്കുന്ന വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാം. ഇതിപ്പം കണ്ടമാനം ഈ മരത്തെ പിടിച്ചിട്ടുണ്ട്. ഈ മരത്തെ തന്നെ ഒരു 10,000-ഓളം കായ് അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ പിടിച്ചിട്ടുണ്ട്. ഇത് പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ്. നന്നായിട്ട് കായ് പിടിക്കുന്ന, ചൂട് കാലാവസ്ഥയിൽ നന്നായി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് പൊള്ളാച്ചി ഇനം. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ജാതി ഒന്ന് നോക്കാം. ഈ ജാതി വെറും 3 വർഷമായുള്ളൂ. നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ കടവണ്ണമൊക്കെ നോക്കിയാൽ അറിയാം. 3 വർഷമായിട്ടുള്ള ഒരു ജാതിയാണ്. നമ്മൾ ബഡ് ചെയ്ത് വെച്ചിരുന്നതാണ് നമ്മുടെ തോട്ടത്തിൽ. ഇത് നമ്മുടെ കൂട്ടിക്കയിലുള്ള നമ്മുടെ പ്ലാന്റേഷനിലുള്ള ഒരു ചെടിയാണ്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഇതിലും അതുപോലെ തന്നെ കായ പിടിച്ചിട്ടുണ്ട്. ഇതിൽ 1-2 കായ പൊട്ടിയിട്ടും ഉണ്ടായിരുന്നു. അപ്പം അത് നോക്കാം. ഇതിൻ്റെ ഇലക്കൊക്കെ ചെറിയൊരു ബോഡോമിശ്രിതത്തിൻ്റെ കുറവ് മൂലം ഉണ്ടായ ചെറിയ കേടുകളൊക്കെ നമുക്ക് കാണാം. ഇലയ്ക്ക് ഇച്ചിരി കേടടിച്ചിട്ടുണ്ട്. പിന്നെ ചൂടിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ കായയുടെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പത്രി ഏറെക്കുറെ പൊതിഞ്ഞ പത്രിയാണ്. എന്നാലൊരു 4 ഗ്രാം 5 ഗ്രാം ഒക്കെ തൂക്കം വരുന്ന പത്രിയാണ് ഇതിൻ്റെ പത്രി. കായ്ക്ക് സാമാന്യം നല്ല വലിപ്പമുള്ള കായുമാണ്. ഇത് പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട ഒരു തൈ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കായ്ച്ചതാണ്. ഇപ്പം 3 വർഷം കഴിഞ്ഞ ഒരു തയ്യലുണ്ടായിരിക്കുന്ന കായകളാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, വലിയ പൊക്കമൊന്നുമില്ല, ചെറിയൊരു ജാതി മരമാണ്. ഇനി നമുക്കിതിൻ്റെ തൂക്കം ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ തൂക്കം ഒന്ന് നോക്കിയതായിരുന്നു. ഇതിൻ്റെ കായ്ക്ക് ഏറെക്കുറെ ഒരു 18 ഗ്രാമോളം തൂക്കം കാണിക്കുന്നുണ്ട്. പത്രി 3 ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം കാണിക്കുന്നത്. കാരണം ഇത് ആ ചെറിയ മരത്തിൽ നിന്ന് ബഡ് പിടിച്ച് 3-ാമത്തെ വർഷം കായ്ച്ച മരത്തിൽ നിന്ന് എടുത്ത ബഡ് കായാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള തൂക്ക വ്യത്യാസമുണ്ട്. എന്നാലും ആവറേജ് നമുക്ക് 3 ഗ്രാം തന്നെ തൂക്കാം. കൂടുതലൊന്നും തൂക്കണ്ട. 3 ഗ്രാം പത്രി, അതിനോടൊപ്പം തന്നെ 18 ഗ്രാമോളം വരുന്ന കായും കിട്ടുന്നുണ്ട്. ഇത് 3-ാം വർഷം കായ്ച്ച മരമാണ്. അതിലും കൂടുതൽ കായിക തൂക്കം ഉണ്ടാവാറുണ്ട്. കായുടെയും പത്രിയുടെയും തൂക്കത്തിനേക്കാളും പ്രധാനമായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം ഇതിൽ പിടിച്ചിരിക്കുന്ന എണ്ണമാണ്. അതുപോലെ തന്നെ ഇതിന് കേട് കുറവുണ്ട്. എന്നാലും ചെറിയ ചെറിയ ഇലക്കേടുകളും ചീക്കലുമൊക്കെ കാണിക്കാറുണ്ട്. എന്നാലും മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടാവാറില്ല. നമുക്ക് രോഗപ്രതിരോധ ശേഷി നന്നായിട്ടുള്ള, ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണിത്. ഇതിൻ്റെ ഈ മാതൃവൃക്ഷത്തെ നോക്കിയാൽ നമുക്കറിയാം, ഇതിൽ പിടിച്ചിരിക്കുന്ന കായുടെ എണ്ണം ഇതൊന്നും മൂപ്പെത്തിയിട്ടില്ല. ഇതിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമേ ഇത് പൊട്ടി കായ് പറിക്കാറാവത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ ഇതിൻ്റെ എണ്ണം പിടിക്കുന്നുണ്ട്. ഇപ്പം പത്രിയുടെ തൂക്കം 3 ഗ്രാം ആണെങ്കിൽ പോലും കായ്ക്കും നല്ല തൂക്കം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണം കൂടുതൽ കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഏതൊരു കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇനമാണ് ഈ പൊള്ളാച്ചി ഇനം. നന്നായിട്ട് എണ്ണം പിടിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ വളങ്ങളും വെള്ളം മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് കർഷകർക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ പൊള്ളാച്ചി. നമ്മൾ ഇതിൻ്റെ തൈകൾ ബഡ് ചെയ്ത് തുടങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ബഡ് മരങ്ങളിലെല്ലാം പൂവും കായൊക്കെ വന്നപ്പം തന്നെ നമുക്കതിൻ്റെ 3-ാം വർഷം തൊട്ട് കായ്ക്കുമെന്നും നമുക്ക് ബോധ്യമായി. നമ്മളിപ്പോൾ ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. സെയിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. നമ്മൾ സെയിൽ മെയ് മാസത്തേക്കിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തൈക്ക് നമ്മൾ ഇവിടെ 450 രൂപയ്ക്കാണ് പൊള്ളാച്ചി ഇനം ചെയ്യുന്നത്. ഈ തവണ നമ്മൾ വളരെ കുറച്ച് തൈകളെ
പൊള്ളാച്ചിയുടെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ നേരത്തെ കൊടുക്കും. മെയ് മാസത്തിൽ നമ്മൾ തൈകൾ എത്തിച്ചും കൊടുക്കും. 450 രൂപയാണ് പൊള്ളാച്ചി ഇനത്തിൻ്റെ റേറ്റ്.